ഹലോ. അപ്പോൾ 11 ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സജഷൻ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പടത്തിനെക്കുറിച്ച് അറിയുന്നത്. ഇത് പ്രീവിയസ് മന്ത് മെയ്യിൽ റിലീസായതാണ്. പക്ഷേ തിയേറ്ററിക്കലി വലിയ ബോക്സ് ഓഫിൽ അങ്ങനെ കാര്യമായിട്ടൊരു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ പടത്തിന്. മേ ബി മാർക്കറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. പിന്നെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ല ഇതിൽ. നമ്മളെ നവീൻ ചന്ദ്ര, നമ്മൾ തെലുങ്കിലും തമിഴിലൊക്കെ ഒരു പരിചിതമായൊരു മുഖമാണ് നവീൻ ചന്ദ്ര. നവീൻ ചന്ദ്രയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു ഡീസൻറ്റ് ത്രില്ലറാണ്. നല്ലൊരു എൻഗേജിങ് ആയിട്ട് സീറ്റഡ് ത്രില്ലറായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ തീരെ പറ്റാത്തൊരു ഇതിലേക്ക് പോയി അവസാനം ഒരു ഗംഭീര ട്വിസ്റ്റോട് കൂടിയാണ് പടം അവസാനിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. സീരിയൽ കില്ലിങ്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ, ആ ഒരു രീതിയിൽ തന്നെ സ്ഥിരം ടെംപ്ലേറ്റിലാണ് പോകുന്നതെങ്കിലും പടത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ ഒരു യുണീക്ക്നെസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ഇതിൽ കൂടുതലും ഡയലോഗ്സൊക്കെ വളരെ കുറവാണ്. ഈ ലീഡായ നവീൻ ചന്ദ്ര ആ ഒരു ക്യാരക്ടറാണ്. അതെന്താണ് നമുക്ക് പിന്നെ മനസ്സിലാവും. പുള്ളി അത്യാവശ്യം ഒരു റഫ് ആൻഡ് ടഫ് ഉള്ളൊരു ആളാണ്. പിന്നീട് നമ്മൾ കഥയിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ക്യാരക്ടറിന് അത് ആപ്റ്റാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡും. ഇപ്പം നവീൻ ചന്ദ്ര അടിപൊളിയായിട്ട് ഇതിൽ പെർഫോമൻസ് ഉണ്ട്. അത് ഏത് സ്ക്രീൻ പ്ലേ ആയാലും. ലോകേഷ് അജ്ലസ് അങ്ങനെയാണ് ഡയറക്ടർ പേര്. ഇത് അത്യാവശ്യം ഇത് നല്ല രീതിയിൽ വിജയിക്കേണ്ട. ഇത് എനിക്ക് ഈ ഒരു ത്രില്ലർ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ അരുൾനിധി ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് റോൾസ് ഉണ്ടല്ലോ, ഒരു ത്രില്ലർ അരുൾനിധി ഒക്കെ ചെയ്യുന്ന ആ ഒരു റോൾ തന്നെയാണ്, ആ ഒരു ടൈപ്പ് കഥ തന്നെയാണ് നമ്മൾ 11 പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അടിപൊളി ത്രില്ലറാണ്. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. കാണാത്തവർ കാണുക, കണ്ടവർ അതിൻ്റെ അഭിപ്രായം പറയുക. പിന്നെ ഇതിലൊരു പോരായ്മ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു റൊമാൻസ് ട്രാക്കിലേക്ക് പോയിട്ട് പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ നായികയായിട്ട് വരുന്നത്. അതൊരു ഫസ്റ്റ് പ്രൊഡ്യൂസർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു നടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെ ആ ഒരു ക്യാരക്ടർ ആവശ്യമുണ്ട് ഇതിൽ. എന്നാലും മറ്റൊരു ലീഡ് ആക്ട്രസിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യായിരുന്നുള്ള സ്കോപ്പുള്ള ഐറ്റമാണ്. പിന്നെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡീസൻറ്റ് ത്രില്ലർ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, 11 സൂപ്പർ.